സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം UDF-ന്റെ ഒരു തരംഗമാണ് ഉണ്ടായത്. പോളിംഗ് പണ്ടെങ്ങും ഉണ്ടാക്കാത്ത വിധത്തിൽ, പണ്ടെങ്ങും ഇതേപോലുള്ള പോളിംഗ് നടന്നിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80% കഴിഞ്ഞിരിക്കുകയാണ്. ലേറ്റസ്റ്റ് കണക്കുകളൊക്കെ ഇനിയിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും 80% ഉറപ്പായിട്ട് നടന്നു. അപ്പോൾ LDF-ന്റെ പല വൻമരങ്ങളും വീഴുന്ന കാഴ്ച നമുക്ക് റിസൾട്ട് വരുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ABC മലയാളം, ഇന്ത്യ ലൈവ്, തത്വമയി, ജനം, കർമ്മ ന്യൂസ്, അങ്ങനെ കുറേ സംഘി ചാനലുകളുണ്ട്. അവരിരുന്ന് കണക്കുകളങ്ങ് നിരത്തുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് ചർച്ച ചെയ്യുകയാണ്. ശോഭാ സുരേന്ദ്രനെ വേട്ടയാടി. എന്തിനു വേട്ടയാടി? ഇവിടെ 140 നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ. ചെറ്റത്തരം ആര് കാണിച്ച് അവരെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിക്കാനൊക്കുള്ളൂ. ചെറ്റത്തരം കാണിക്കാത്തവരെ എന്തെന്നാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കാനൊക്കും? അതുപോലെ കയ്യോടെ പിടികൂടുന്ന കാര്യങ്ങളല്ലേ വീഡിയോ എടുത്തും അല്ലാതെ കാണിക്കാനൊക്കുള്ളൂ. അപ്പോ കയ്യോടെ പിടികൂടാതെ എങ്ങനെയാണ് കാണിക്കുന്നത്? എന്തായാലും ശരി, പണം കൊടുത്തുവെന്നും വസ്ത്രങ്ങള് സാരിയും അതും ഇതും കൊടുത്തുവെന്നും എന്നുള്ളത് സത്യമാണ്. അത് കയ്യോടെ പിടികൂടുകയും ചെയ്ത്, എന്നിട്ട് അവിടെ കിടന്ന് ആക്ട് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? പൊട്ടിത്തെറിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കും, മറ്റതാണ് മറിച്ചതാണ്. അപ്പൊ BJP-ക്കാരായാൽ RSS-കാരായാൽ എന്ത് തെമ്മാടിത്തരം കേരളത്തിൽ കാണിക്കാന്ന? അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. അതായത് ജയിക്കാനായി ജനിച്ചവെന്നും പറഞ്ഞ് പണ്ടൊരു പാട്ട് പാടിയത് കേട്ടിട്ടുണ്ട്. അതുപോലെ തോൽക്കാനായി ജനിച്ചവളാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. 9 വലിയ കാര്യമായിട്ട് പറഞ്ഞു, ഞാൻ ശോഭാ സുരേന്ദ്രന്റെ സ്വയം പറയാണ്. ശോഭാ സുരേന്ദ്രൻ കേരളം മൊത്തം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതിയല്ലോ. ശോഭാ സുരേന്ദ്രൻ എന്താണ്? ഒരു സംഭവമല്ല. പറയുന്ന അത്രയും വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഞാൻ 9 പ്രാവശ്യം നിന്നിട്ടുണ്ട്. 9 പ്രാവശ്യം നിന്ന് തോറ്റില്ലേ? ഇനി 10ാമത്തെ പ്രാവശ്യം ഇങ്ങനെയുള്ള ആൾക്കാർ യാതൊരു കാരണവശാലും തെരഞ്ഞെടുപ്പുകൾ മത്സരിപ്പിക്കുന്നത്. മാക്സിമം 5-ൽ കൂടി തോറ്റു കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കണം, രാഷ്ട്രീയ ജീവിതം മതിയാക്കണം. ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നിൽക്കുന്നത്? നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ട? നിങ്ങളില്ലെങ്കിൽ എന്ത് ഈ ലോകം അവസാനിക്കൂ? ജനങ്ങൾക്ക് സേവിക്കാനായിട്ട് അങ്ങനെ ഇതായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ സേവിച്ചാൽ പോരെ? എന്തായാലും ശരി, BJP ഇവിടെ അക്കൗണ്ട് തുറക്കുന്ന വലിയ പ്രശ്നമാണ്. തുറക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചിലപ്പോ 1-2 സീറ്റ് കിട്ടിയാലായി. ഈ കുരയ്ക്കുന്ന കുറെ സംഘി ചാനലുകൾ, ഞാൻ പറഞ്ഞ ഈ